ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ന് പുരുഷന്മാർക്കിടയിൽ അനാവശ്യമായ ഫുഡുകൾ, ജങ്ക് ഫുഡ്, അതുപോലെ ഇരുന്ന് കൂടുതൽ നേരം വർക്ക് ചെയ്യുക, യാത്രകൾ കൂടുതൽ, പിന്നെ കാലാവസ്ഥ വ്യതിയാനം, അതുകൊണ്ട് എല്ലാം ലൈംഗികപരമായ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തേജക മരുന്നുകൾ യുവാക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് ചില സർവേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ ലൈംഗിക ഉത്തേജക മരുന്നുകൾ സുരക്ഷ ഇവ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയാം. ലൈംഗിക ബന്ധം തൃപ്തികരമാക്കുന്നതിനുള്ള പല മരുന്നുകളും സപ്ലിമെൻറ്റുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇവയിൽ നല്ലൊരു പങ്കും പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ലിംഗ ഉദ്ധാരണശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം, രതിമൂർച്ചയില്ലാത്ത അവസ്ഥ എന്നിങ്ങനെ പുരുഷന്മാരുടെ പല പ്രശ്നങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ മരുന്നുകളും സപ്ലിമെൻറ്റുകളും. എന്നാൽ ഈ മരുന്നുകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പുരുഷലിംഗത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഉദ്ധാരണം കൈവരിക്കാനും നിലനിർത്താനും സഹായിക്കുന്ന മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ ശരീരത്തിലെ പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റൈറോണുകളുടെ തോത് ഉയർത്തുന്നു. അപ്പോൾ വിഷാദവും ഉത്കണ്ഠയും കുറച്ച് ലൈംഗിക താല്പര്യം ഉണർത്തുന്നതും ശുക്ലത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്നതുമായ മരുന്നുകളും നിലവിലുണ്ട്. ഇവയെല്ലാം, ഈ ഉത്തേജക മരുന്നുകളെല്ലാം ഒരു നിശ്ചിത കാലത്തേക്ക് യൂറോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ എന്ന് ഡോക്ടർമാർ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഓക്കാനം, വയറുവേദന, അതിസാരം, വയറ് കമ്പനം, പിന്നെ അതുകൂടാതെ തലവേദന, വർദ്ധിച്ച തോതിൽ ഹൃദയമിടിപ്പ്, ചിലർക്ക് അലർജി പ്രതികരണങ്ങൾ എന്നിങ്ങനെയുള്ള ചില പാർശ്വഫലങ്ങൾ ലൈംഗിക ഉത്തേജന മരുന്നുകൾക്കും സപ്ലിമെൻറ്റുകൾക്കും ഉണ്ടാകാറുണ്ട്. ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ശാരീരികവും മാനസികവുമായി ഫിറ്റായിരിക്കുന്നവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരം സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാം. എന്നാൽ കൊറോണറി ആർട്ടറി രോഗം, കടുത്ത വിഷാദം ഉള്ളവർ, രക്തസ്രാവ പ്രശ്നങ്ങളുള്ളവർ, വൃക്കരോഗങ്ങൾ തുടങ്ങിയവരുള്ളവരൊന്നും ഈ മരുന്നുകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. നമ്മളുടെ ലൈംഗികാരോഗ്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് നല്ല ഭക്ഷണക്രമവും, നല്ല പ്രോട്ടീൻ ഫുഡും നല്ല ഭക്ഷണക്രമവും, അതുകൂടാതെ നിത്യേനയുള്ള വ്യായാമം, പിന്നെ അതുകൂടാതെ അമിതമായ ഉറക്കമൊഴിക്കുക, രാത്രിയൊക്കെ അമിതമായ ഉറക്കമൊഴിക്കുക, അതൊക്കെ ഒഴിവാക്കി ആവശ്യത്തിനുള്ള ഉറക്കവും എല്ലാതും ഉണ്ടെങ്കിൽ, അതായത് നല്ല ഭക്ഷണക്രമം, വ്യായാമം, നല്ല ഉറക്കവും ഉണ്ടെങ്കിൽ ഏകദേശം ഒട്ടുമിക്ക ഇതിലും നമ്മളുടെ ലൈംഗികാരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താവുന്നതാണ്, ഈ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ. അതുകൂടാതെ മദ്യപാനവും, അമിതമായ മദ്യപാനം ഒഴിവാക്കണം, പുകവലി തീർത്തും ഒഴിവാക്കണം. ഇതൊക്കെ നമ്മളെ ലൈംഗികശേഷിയെ വളരെയധികം ബാധിക്കുന്നതാണ്. അതുകൂടാതെ ധ്യാനം പോലുള്ളത് അഭ്യസിക്കുമ്പോൾ അത് നമുക്കൊരു മനസ്സിനൊരു ഉല്ലാസവും ഉണർവും വരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ പങ്കാളികളുടെ സ്നേഹവും അടുപ്പവും കൂടുതൽ ഇൻറ്റിമസിയും ഉണ്ടെങ്കിൽ എല്ലാതും തുറന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉള്ളിൽ വെക്കാതെ, ഒരു ഈഗോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കുക അതൊക്കെ ഇല്ലാതെ നമ്മൾ പങ്കാളിയോട് എല്ലാം തുറന്ന മനസ്സോടെ സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക ഇതിലും നമുക്ക് ഏകദേശം 50% ഇങ്ങനത്തെ പ്രോബ്ലംസ് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.